തിരികെ എത്താം. എഴുത്തുകാരൻ ബെന്യാമിൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ബെന്യാമിൻ, താങ്കളെ സംബന്ധിച്ചിട്ട് ഈ നിമിഷങ്ങളിൽ ഏത് രീതിയിലാണ് മനസ്സിൽ MT ചേക്കേറുന്നത്? തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിന്റെ സിനിമയുടെ ഒരു കുലപതിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. എഴുത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ തരികയും അദ്ദേഹത്തെ നിരവധി കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. MTയെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം വ്യാപരിച്ച മേഖലയിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. പലരും പല മേഖലയിൽ ഒരുപോലെ വ്യാപരിക്കുമ്പോൾ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഉയർന്നു നിൽക്കുകയും ചിലയിടങ്ങളിൽ താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ MTയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും ഒരുപോലെ ശോഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുന്നത്. കഥയിൽ അദ്ദേഹത്തിന് വലിയ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന എല്ലാവരും ഒരേപോലെ വായിച്ച ഷെർലക്ക് പോലെയുള്ള വലിയ കഥകളുണ്ട്, നോവലുകളിലുണ്ട്. തിരക്കഥയിൽ അദ്ദേഹം വലിയ തിരക്കഥകൾ നമുക്ക് സമ്മാനിച്ചു. സംവിധായകനായപ്പോൾ അവിടെയും വലിയ മികവ് അദ്ദേഹം കാണിച്ചു. അദ്ദേഹം പത്രാധിപരായിരുന്നപ്പോൾ എത്രയോധികം എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരുന്ന പത്രാധിപരായി, മികച്ച പ്രഭാഷകനായി അദ്ദേഹം വേദികളിൽ തിളങ്ങിയിട്ടുണ്ട്. അക്കാദമി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ അവാർഡുകൾക്ക് ഒരു മാനദണ്ഡമുണ്ടാക്കുകയും അത് ഇപ്പോഴും തുടർന്നു വരികയും ചെയ്യുന്നത്. അങ്ങനെ ഒരു മികച്ച അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം വ്യാപരിച്ചു. അങ്ങനെ വ്യാപരിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം തന്റെ മികവ് കാട്ടി എഴുത്തുകാർക്ക് വലിയ മാതൃകയായി. എഴുത്തുകാർക്ക് ഒരു വിലയുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും മലയാള സാഹിത്യത്തിന്റെ കുലപതി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് ഏവർക്കും വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം അക്ഷരങ്ങളിലൂടെ നമുക്കിടയിൽ ജീവിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ. അല്പം മുമ്പ് നിർമാല്യം എന്ന സിനിമയുടെ ഇപ്പോഴും തുടരുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ MV ഗോവിന്ദൻ മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ MT ശാരീരികമായിട്ട് ഇല്ലാതാവുമ്പോഴും ഇത്തരം സിനിമയും അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രസക്തിയും ഒക്കെ ഏത് രീതിയിൽ തുടരാനാണ് സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ഒരു വലിയ മാതൃക അക്കാര്യത്തിൽ പുതിയ എഴുത്തുകാർ പിന്തുടരേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും തികച്ചും മതേതരനായി ജീവിക്കുകയും അത്തരത്തിലുള്ള ശക്തമായ പ്രമേയങ്ങൾ തൻ്റെ സിനിമയിലും കഥയിലും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതിൽ MT വ്യാപൃതനായിരുന്നു എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അദ്ദേഹം തുഞ്ചൻ പറമ്പിന്റെ സാരഥിയായി ഏറെക്കാലം ഉണ്ടായിരുന്നു. ഏറെക്കാലം എന്നല്ല, ഇപ്പോൾ വരെയും ആയിരുന്നു അദ്ദേഹം സാരഥി. അപ്പോഴൊക്കെ അതിലേക്ക് തുഞ്ചൻ പറമ്പിലേക്ക് യാതൊരു വിധത്തിലുള്ള വർഗീയ ശക്തികളും കടന്നു കയറാതെ അതിനെ മതേതരമായ ഒരു ഇടമായി സൂക്ഷിക്കുന്നതിൽ MT കാത്തു സൂക്ഷിച്ച ഒരു സൂക്ഷ്മത നമുക്ക് ഭാവിക്ക് പാഠമാവേണ്ടതാണ്. അദ്ദേഹം കാണിച്ച കരുത്ത് വരുംകാല എഴുത്തുകാർക്ക് പ്രചോദനമാവേണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ മുതിർന്ന ഒരു എഴുത്തുകാരൻ ശക്തമായ പ്രമേയങ്ങളുമായിട്ട് വന്നത് എന്ന് നമ്മൾ പഠിക്കുകയും അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം രചനകളിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം സംഭരിക്കുകയുമാണ് പുതിയ കാല എഴുത്തുകാർ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നന്ദി ശ്രീ ബെന്യാമിൻ, ഈ നിമിഷങ്ങളിൽ MTയെ ഓർത്തെടുത്തതിന്.